അസ്സലാമു അലൈക്കും. നമ്മളൊക്കെ മനസ്സിലാക്കാതെ പോയ ചില കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഷജറ രണ്ട് വിഭാഗമുണ്ട്. ഒന്ന്, പാണക്കാട് കുടുംബത്തെ കിട്ടാവുന്ന അവസരങ്ങളിലൊക്കെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ട് അപ്പുറത്ത് ഒരു പടയണി സൃഷ്ടിച്ച വിഭാഗം. അവർ വളരെ ശക്തരാണ്. എന്തൊക്കെ പറഞ്ഞാലും അവരുടെ അണികൾ ഉറച്ച് അവരോടൊപ്പം നിൽക്കും, ശരി തെറ്റ് നോക്കാതെ നിൽക്കും. രണ്ടാമത്തെ ഒരു വിഭാഗമുണ്ട്, പാണക്കാട് കുടുംബത്തോടൊപ്പം നിൽക്കുകയും സംഘടനയിൽ നിന്ന് എല്ലാ ആനുകൂല്യങ്ങളും പറ്റുകയും ചെയ്യും. എന്നാൽ അവരെന്തിനു വേണ്ടി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ, അവർ ഒന്നാം വിഭാഗത്തിൽപ്പെട്ട ഷജറകളെ എതിർക്കാൻ തന്നെ കാരണം അവരുടെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. അതിനിപ്പുറം നിൽക്കുന്നു എന്നല്ലാതെ ഒരു ആത്മാർത്ഥതയുമില്ലാത്ത ഒരു വിഭാഗം. എന്നാൽ അവർ പാണക്കാട് കുടുംബത്തോടൊപ്പമാണോ? പ്രത്യക്ഷത്തിൽ അങ്ങനെ തന്നെയാണ്. ആ ഒരു വിഭാഗവും കൂട്ടത്തിലുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ രണ്ടാം വിഭാഗത്തെയാണ് പേടിക്കേണ്ടത്. ഒന്നാം വിഭാഗം പ്രത്യക്ഷത്തിലായതുകൊണ്ട് അവരെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. രണ്ടാം വിഭാഗം പരോക്ഷമായ ഇടപെടലുകളാണ് നടത്തുന്നത്. ആ വിഭാഗത്തെയാണ് സൃഷ്ടിക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഒരു കാര്യം മനസ്സിലാക്കാം, ഒന്നും നല്ലതിനല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹുസ്സൻ്റെ കരച്ചിലാണ് നിങ്ങൾ കേട്ടത്. സുഹാബികളുടെ തുറപ്പുചീട്ടായ ഹുസ്സൻ ഷജറകളെ ആലോചിച്ച് വളരെയധികം വിഷമത്തിലാണ്. ഒന്നാം വിഭാഗം ഷജറകളെ രണ്ട് വിഭാഗമായിട്ട് അദ്ദേഹം ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഒന്നാം വിഭാഗം വളരെ ശക്തരാണ് എന്ന് അദ്ദേഹം തന്നെ പ്രഖ്യാപിക്കുകയാണ്. എന്തായാലും രണ്ടാമത്തെ വിഭാഗത്തിലേക്ക് ഇവർ തള്ളിക്കയറ്റിയിട്ടുള്ളത് പൂക്കോട്ടൂർ, നാസർ ഫൈസി തുടങ്ങിയ ഓണംപള്ളി തുടങ്ങിയ ടീമുകളെയാണ്. ഇവർ സമസ്തയിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അവിടെ അള്ളിപ്പിടിച്ച് ഇരിക്കുകയും ജിഫ്രി തങ്ങൾ പോലത്തെ സമസ്ത നേതൃത്വത്തെ ഒന്നും വല്ലാതെ വിമർശിക്കാതെ ഇങ്ങനെ സമസ്തൻ്റെ ഒപ്പം ഇങ്ങനെ കൂടി ആനുകൂല്യം പറ്റി ഇങ്ങനെ ജീവിച്ചു പോകും. എന്നാൽ പാണക്കാടിൻ്റെ ആളുകളാണോ? പാണക്കാടിൻ്റെ ആളുകളാണ്. എന്നാൽ ജിഫ്രി തങ്ങൾ തള്ളി പറയോ? ഇല്ല, അതും പറയില്ല. അപ്പോൾ അവരെ രണ്ട് തോണിയിലും കാലിട്ട് ഇങ്ങനെ പോവാണ് എന്ന് പറഞ്ഞിട്ട് ഈ പൂക്കോട്ടൂരാദി ആളുകളെ ഷജറയ്ക്ക് തള്ളി തരികയാണ് ഇയാൾ ചെയ്യുന്നത്. ഇങ്ങോട്ട് വേണ്ട, അവിടെ വെച്ചോളി, അവിടെ തന്നെ വെച്ചോളി, ഞങ്ങൾ വളരെ ശക്തരാണ്, ഞങ്ങൾ സമസ്തക്കാരാണ്. ഷജറകൾ നിങ്ങൾ പേരിട്ട് വിളിക്കുന്ന ആളുകൾ ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ അടക്കമുള്ള അതിൻ്റെ താഴോട്ട് ഇങ്ങനെ വന്നാലേ ഈ വിനീതൻ വരെയുള്ള പറ്റേ താഴെ തട്ടിലുള്ള സാധാരണക്കാരൻ വരെയുള്ള ആളുകൾ നിങ്ങൾ വിളിക്കുന്ന പേരാണ് ഷജറ എന്ന്. അതായത് സമസ്തയുടെ നിലപാടുകൾ ആർജവത്തോടെ പ്രഖ്യാപിക്കുകയും ആ സമസ്തയുടെ നിലപാടുകൾക്കൊപ്പം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ആളുകൾ സ്വാഭാവികമാണ്, അവർ ശക്തരായിരിക്കും. ആ ശക്തി സാധാരണ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെയാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്. പക്ഷെ ആ ശക്തിയൊക്കെ ഒരു ആത്മീയമായിരിക്കുന്ന ശക്തിയാണ്. ഇതിൻ്റെ പിന്നിലൊക്കെ മഹാന്മാരായ മശായഖന്മാരുടെയും പണ്ഡിതന്മാരുടെയും ഗുരുനാഥന്മാരുടെയും ഒക്കെ ഒരു ഇടപെടൽ അതിലുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ആ ഒരു ശക്തിയാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് സമസ്ത പ്രവർത്തകർക്കുള്ളത്. അവർ ശക്തർ തന്നെയാണ്. നിങ്ങൾ പറഞ്ഞാലും ഇല്ലെങ്കിലും സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ ശക്തരാണ്. എന്നാൽ നിങ്ങൾക്കിപ്പോൾ നീരസവും നിരാശയും വരാനുള്ള കാരണം ഈ പൂക്കോട്ടൂർ പോലെയുള്ള ആളുകൾ, നാസർ ഫൈസിയെ പോലെയുള്ള ആളുകൾ നിങ്ങളുടെ താളത്തിന് ഒത്ത് അവർ തുള്ളുന്നില്ല. അതായത് നിങ്ങളുടെ വളരെ നാലാംകിട ആളുകളുണ്ടല്ലോ, ജിഫ്രി തങ്ങൾക്കെതിരെ പരിപാടി സംഘടിപ്പിച്ച ആളുകൾ, അവരൊക്കെയാണ് നിങ്ങൾ യഥാർത്ഥ സുഹാബികളായിട്ട് നിങ്ങളുടെ കൂടെ കൂട്ടാൻ പറ്റിയ ആളുകൾ. നിന്നെ പോലെയുള്ള പണ്ഡിതന്മാരെ എന്ത് മ്ലേച്ഛമായ ഭാഷയിലും അഭിസംബോധനം ചെയ്യാൻ പറ്റിയ ആളുകളുണ്ടല്ലോ, ആ കൂട്ടത്തിലേക്ക് ഈ പൂക്കോട്ടൂരിനെയും മറ്റൊന്നും കിട്ടാത്തതിൻ്റെ ഒരു അമർഷം മാത്രമല്ല. ഇപ്പോൾ ഷജറകൾ ഇങ്ങനെ കയറി പോവാണ്. സമസ്തൻ്റെ പ്രവർത്തകർക്ക് വെച്ചടി കയറ്റമാണ്. കാരണം ഓരോ കാര്യങ്ങളിലും ഏത് നിലപാടുകളും വരികയാണെങ്കിൽ അതിൽ മുൻതൂക്കം അവർക്കാണ്. സമസ്തയുടെ എല്ലാ കാര്യങ്ങൾക്കും, എല്ലാ പ്രഖ്യാപനങ്ങളിലും, എല്ലാ നയങ്ങളിലും, തീരുമാനങ്ങളിലും അവർക്ക് മുൻതൂക്കം കിട്ടുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർ സമസ്തയുടെ ഒപ്പം നിൽക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾക്കിപ്പോൾ വന്നുപെട്ടിട്ടുള്ള നിരാശ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ സമസ്തയിലുമല്ല, എന്നാൽ നിങ്ങൾ സമസ്തക്കെതിരാണ്, ലീഗിനെതിരാണ് സമസ്തയിലെ പ്രവർത്തകരെ എന്ന് വരുത്തി തീർക്കാൻ
വേണ്ടിയുള്ള ശ്രമം നടത്തി, അതിലും നിങ്ങൾ പരാജയപ്പെട്ടു. ഇപ്പോൾ ലീഗിൻ്റെ ആളുകൾ അവർക്ക് ഭരണം കിട്ടി. ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് അവരുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഭരണം കിട്ടുക, ഒരുപാട് സീറ്റുകൾ കിട്ടുക, അവർക്ക് കുറേ മന്ത്രിസ്ഥാനം കിട്ടുക, ഇതൊക്കെയാണ്. ഇതൊക്കെ മുസ്ലിം ലീഗ് നേടിക്കഴിഞ്ഞു. ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടമാണ് മുസ്ലിം ലീഗ് നേടിയിട്ടുള്ളത്, 22 സീറ്റ്. അതോടൊപ്പം തന്നെ വലിയ വിജയവും വലിയ ഭൂരിപക്ഷത്തിന് ഏറ്റവും വലിയ ഭൂരിപക്ഷവും അവർ നേടി. ഇതൊക്കെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറഞ്ഞാൽ. അതിന് അവർ ഏതറ്റം വരെ പോകാനും തയ്യാറാവും. പക്ഷെ അങ്ങനെ പോയി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവരെ കൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെയുള്ള കളികൾ കളിക്കാൻ കഴിയുന്നില്ല. അതിനുള്ള കാരണം അവരും നിസ്സഹായരാണ്. കാരണം കോൺഗ്രസ് അതിനേക്കാൾ വലിയ സീറ്റ് നേടിക്കൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് അവർ തന്നെ അവരുടെ കാര്യത്തിൽ നഫ്സി എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിങ്ങളെ കൂടി പരിഗണിക്കണം. പരിഗണിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ ആവശ്യപ്രകാരം സമസ്തയെ ഒന്ന് തകർക്കണം, തള്ളിയിടണം, ഉമർ ഫൈസിനെ പുറത്താക്കണം, ഇതൊക്കെയാണല്ലോ നിങ്ങൾ സ്വപ്നം കാണുന്ന കാര്യങ്ങൾ. ഹമീദ് ഫൈസിക്കുള്ള എതിരെ കേസെടുക്കണം, അങ്ങനെ തുടങ്ങിയ കുറേ ചില്ല് കൊട്ടാരങ്ങൾ, നിങ്ങൾ സ്വപ്നങ്ങളിൽ നെയ്തു വെച്ചിരുന്ന നിങ്ങളുടെ ചില്ല് കൊട്ടാരങ്ങളൊക്കെ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു നിരാശ നിങ്ങൾക്ക് വല്ലാതെയുണ്ട്. മാത്രമല്ല, ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത നിങ്ങളുടെ മൂട്ടിൽ തീയിടുന്ന തരത്തിലുള്ള വാർത്തയാണ്. അതൊന്നും നിങ്ങൾ ബേജാറാണ്. അതൊക്കെ സമസ്തമായിട്ട് അതിനെ മശായിഖന്മാരെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ തീരുമാനങ്ങൾ അതുപോലെ വരുള്ളൂ. അപ്പോൾ ഇനിയും നിങ്ങൾ ഈ സമസ്ത എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ വൈത്താലം നടക്കാതെ വേറെ വല്ല പണിക്കും പോവാണ് നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ ഈ തരത്തിൽ മോങ്ങാനായിരിക്കും നിങ്ങളുടെ വിധി. അപ്പോൾ പൂക്കോട്ടൂർ നാസർ ഫൈസി തുടങ്ങിയ നിങ്ങൾ ഷജറയിലെ 2ാം കിട നേതാക്കളായിട്ട് നിങ്ങൾ ഇപ്പോൾ ഇങ്ങോട്ട് തള്ളിത്തരുന്ന ആളുകളെ ഞങ്ങൾക്ക് ആവശ്യമില്ല. അതിനെ നിങ്ങളുടെ സുഹാബി നളന്തയിൽ തന്നെ വെച്ചോളൂ. അവരോട് എന്തെങ്കിലും നിങ്ങൾക്ക് വിയോജിപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കുക, ഇരുന്ന് തീർക്കുക, ചർച്ച ചെയ്ത് തീർക്കുക. എന്നിട്ട് ആ ഒരു ലൈനിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകാൻ ഏറ്റവും നല്ലത്. കാരണം നിങ്ങളെ അവരൊക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനിയൊരു ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക്, അതായത് സമസ്തക്കാരായ വിശ്വാസികളുടെ ഹൃദയങ്ങളിലേക്ക് ഒരു പ്രവേശനം സാധ്യമാവാത്ത വിധത്തിൽ ഇത്തരം ആളുകളൊക്കെ അങ്ങ് വിദൂരമായി പടിയടച്ച് പിണ്ടം വെക്കപ്പെട്ടിട്ടുണ്ട്, പൂക്കോട്ടൂരിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ അത് അവിടെ തന്നെ വെക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾ ഷജറകളെ ഡിവൈഡ് ചെയ്യാൻ നോക്കണ്ട. ഷജറകൾ ഡിവൈഡ് അല്ല, ഷജറകൾ ഒറ്റക്കെട്ടാണ്. ഷജറ എന്ന് പറയുന്നത് സംസ്ഥയായാണ് നിങ്ങൾ ഷജറ എന്ന് വിളിക്കുന്നത്. ജിഫ്രി തങ്ങളടക്കമുള്ള ആളുകളല്ലേ നിങ്ങൾ ഷജറ എന്ന് വിളിക്കുന്നത്. ഷജറകളുടെ ഏറ്റവും വലിയ നേതാവ് ജിഫ്രി തങ്ങളെന്ന് നിങ്ങൾ പലവരും എഴുതുകയും പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അതിൻ്റെ ധാരാളം തെളിവുകളും ഇവിടെയുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഒന്ന് തന്നെയാണ്, സമസ്തയുടെ കീഴിൽ അടിയുറച്ച് നിൽക്കുന്നവരാണ്. അവർക്ക് നിങ്ങൾ ഷജറ എന്ന് പേരിട്ടോളൂ, യാതൊരു കുഴപ്പമില്ല. പക്ഷേ അതിൽ നിന്ന് നളന്തേന്ന് വേണ്ടാത്ത ആൾക്കാരെ, അതായത് നിങ്ങളുടെ വളരെ നീചമായ പ്രവർത്തനങ്ങൾക്ക് അവരുടെ സ്റ്റാറ്റസ് കളങ്കപ്പെടുത്തിക്കൊണ്ട് കൂട്ടുനിൽക്കാൻ പറ്റാത്ത ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾ ഇതിലേക്ക് തള്ളിത്തരുന്നത് നിങ്ങളുടെ പരാജയത്തിൻ്റെ ഏറ്റവും അങ്ങേ അറ്റമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കേണ്ടി വരും. അതുകൊണ്ട് ഈ ഹുസ്സനോട് പറയാനുള്ളത്, ഇതുവരെ എടുത്ത പണികളൊക്കെ വെള്ളത്തിലാകുന്ന വിധത്തിലാണ്. നിങ്ങളുടെ ഇതുവരെയുള്ള എല്ലാ പണികളും വെള്ളത്തിലാകുന്ന വിധത്തിലാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യങ്ങളൊക്കെ നിങ്ങൾ തിരിച്ചറിഞ്ഞു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങളിങ്ങനെ കിടന്നു മോങ്ങാതെ അതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാനുള്ള ക്രിയാത്മകമായിരിക്കുന്ന കാര്യങ്ങളുമായിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. അല്ലെങ്കിൽ നിങ്ങളതൊക്കെ അടിയറ പറഞ്ഞ് നിങ്ങളുണ്ടാക്കിയ അഡ്ഹോക്ക് കമ്മിറ്റിയും മറ്റ് കമ്മിറ്റിയൊക്കെ പിരിച്ചുവിട്ട്, നാളന്തെയൊക്കെ പിരിച്ചുവിട്ട് നിങ്ങൾ സമസ്തയിൽ പൂർണ്ണമായി ലയിക്കാൻ നിങ്ങൾ തയ്യാറാകണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.